ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ്. 2025 ജനുവരി മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. അത് മലയാള വർഷം അനുസരിച്ച് കൊല്ലവർഷം 1200-ാം ആണ്ട് ധനുമാസം 28-ാം തീയതി മുതൽ മകരമാസം 5-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഈ ഫലം ഒരാഴ്ചത്തെ പറയുന്നത്. അത് ഇടവം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചൊവ്വായും, കന്നി രാശിയിൽ കേതുവും, ധനു രാശിയിൽ ബുധനും ആദ്യത്തെ 2 ദിവസം, അതായത് ധനുമാസം 28-29 ദിവസങ്ങളിൽ ആദിത്യൻ ധനു രാശിയിൽ ബുധനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. ശേഷം വരുന്ന 5 ദിവസം ധനു രാശിയിൽ നിന്ന് പകർന്ന് മകരം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. കുംഭം രാശിയിൽ ശനിയോട് യോഗം ചെയ്ത് ശുക്രനും, മീനത്തിൽ സർപ്പനും നിൽക്കും. ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും ഫലം രാശി തിരിച്ചാണ് പറയുന്നത്. വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും, അതുപോലെ തന്നെ പ്രധാനമാണല്ലോ കഷ്ടകാലങ്ങളൊക്കെ വരാതെ ഒന്ന് ശ്രദ്ധിക്കുക, അതും വിചിന്തനം ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ആഴ്ച വളരെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമാണ്. ഭൂമി സംബന്ധമായ ആദായം ലഭിക്കുന്നതിന് യോഗമുണ്ട്. കൃഷി കാര്യങ്ങളിലൂടെ ആയാലും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ ആയാലും ആദായം വർദ്ധിക്കുക, അല്ലെങ്കിൽ ഒരു ഭൂമി വന്നു ചേരുവാനൊക്കെ അതിനായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഒരു കാരണവുമില്ലാതെ ചില അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ട് ഈ ആഴ്ച സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ അവസരങ്ങൾ വന്നിച്ചേരും. ഉയർന്ന ഭാഗ്യാവസ്ഥ ഉള്ള സമയമാണ്, പ്രത്യേകിച്ച് ബുധൻ്റെ സ്ഥിതി കൊണ്ടൊക്കെ. തൊഴിൽ സ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിൻ്റെ ഗ്രഹമായ ആദിത്യൻ സ്ഥിതി ചെയ്യുമ്പോൾ ഒരു പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അത് സാധിക്കുന്നതിന് ഉള്ള ഒരു നല്ല അവസരമാണ്. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ജോലിക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും ടെസ്റ്റുകൾ പാസ്സാകുന്നതിനുമൊക്കെ ഭാഗ്യമുണ്ട്. അധികാരം കയ്യിൽ വന്നു ചേരുക, അതാണ് ഈ ആഴ്ചത്തെ ഈ ഒരു തൊഴിൽപരമായിട്ട് ഉള്ള നേട്ടം വന്നു ചേരും. ധന ആഗമന യോഗവുമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും അപ്രകാരം തന്നെ അനുകൂലമായ കാലമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം തൃപ്തികരമാണ്. ശ്രേയസ്സും യശസ്സും വിജയങ്ങളും പ്രസിദ്ധികളും ഒക്കെ വന്നു ചേരുവാൻ ഒരു മാന്യമായ സ്ഥാനം ഏർപ്പെടുന്ന രംഗത്ത് ഏതായാലും അവിടെ ലഭിക്കുവാൻ യോഗമുണ്ട്. ധനപരമായിട്ട് ചില നഷ്ടങ്ങൾ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. പണപരമായ ഇടപാടുകളും ഉടമ്പടികളിലും ഒക്കെ ഒപ്പുവയ്ക്കുന്നത് അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു പെടുവാൻ സൂചനയുണ്ട്. എന്നിരുന്നാലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നത് പാസ്സാകുവാനായിട്ട് യോഗമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. കടങ്ങളൊക്കെ കുറയുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ടും സാധിക്കും.
തൊഴിൽപരമായിട്ട് അഭിവൃദ്ധികൾ വന്നിച്ചേരും. പ്രത്യേകിച്ച് കലയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നിച്ചേരും. കല എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമല്ല, മറ്റ് ഇതര വിഭാഗങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടും. തൊഴിൽ പുരോഗതി വന്നിച്ചേരും. രാശ്യാധിപൻ അവിടെ തൊഴിൽ സ്ഥാനത്ത് ബലവാനായിട്ടാണ് നിൽക്കുന്നത്. വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പണം കൊടുക്കുകയാണെങ്കിൽ ഏജന്റ് മുഖാന്തരമൊക്കെ വിദേശത്ത് പോകുന്നവർ, സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് പോകുന്നവർ, പണം മുടക്കുന്നവർ അതിന് തക്കതായ ഒരു ഉടമ്പടി വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ട് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ പോകുന്നവർക്ക്, ഏജന്റ് മുഖാന്തരമൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദവും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. അങ്ങനെ ഉള്ളപ്പോൾ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവം, സുഖസ്ഥാനത്ത് പാപഗ്രഹമായ കേതു, തൊഴിൽ സ്ഥാനത്ത് പാപഗ്രഹമായ രാഹുവുമൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ പരസ്പരം സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് കണിശമായിട്ടും സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. വിട്ടുവീഴ്ചയിലൂടെയൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഈ ആഴ്ച നല്ല യോഗഫലം തരും. തൊഴിൽപരമായിട്ട് പലവിധ ക്ലേശങ്ങളും സൂചകമാണ്. വിദേശത്തായിരിക്കുന്നവർക്ക് ഉയർച്ചകൾ വന്നിച്ചേരും. വിദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ദോഷങ്ങൾ ബാധിക്കുകയില്ല. വിദേശത്ത് പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്കും, തൊഴിലിനായിട്ട് പോകുവാനും പഠിക്കുവാനായിട്ട് പോകുന്നവർക്കുമൊക്കെ വിജയങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ള സമയമാണ്. അത് ഭാഗ്യാധിപൻ കൂടെ ഭാഗ്യസ്ഥാനത്ത് അവിടെ ശുക്രനും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ്റെ സ്ഥിതി കൊണ്ടും ഭാഗ്യാധിപൻ്റെ അഭീഷ്ട ഭാവത്തിലുള്ള സ്ഥിതി, അതായത് ഭാഗ്യാധിപൻ വ്യാഴമാണ്. ആ വ്യാഴം 11-ാമടുത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച അഭിവൃദ്ധികൾ വന്നു ചേരും ഈ കർക്കിടകം രാശിക്കാർ. സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒക്കെ ഒരു സഹായം ലഭിക്കും. എന്നിരുന്നാലും ചില സുഹൃത്തുക്കൾ മുഖാന്തരം ചില അധിക ചെലവുകൾ, സുഹൃത്തുക്കൾക്ക് വേണ്ടി ചില അധികമായ ചില നഷ്ടങ്ങളൊക്കെ സഹിക്കുക, സഹായങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സൂചനയും കാണും. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുവെ ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക്, ടെസ്റ്റുകളൊക്കെ എഴുതി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും പൊതുവെ വിജയം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹമുണ്ട്, ഭാഗ്യവുമുണ്ട്. അങ്ങനെയുള്ള ഈ ആഴ്ച തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. കൂടാതെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഒരു കാലം. സ്വന്തം നാട് വിട്ട് ഒരു ഭൂമി വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട്. ഭൂമി വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ന്യായമായ വില ലഭിക്കുകയും ഭൂമി വ്യാപാരം, കച്ചവടം നടക്കുന്നതിനും സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്, വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന കന്നി രാശിക്കാർക്ക് വളരെ അഭിവൃദ്ധിയുടെ ഒരു ആഴ്ചയാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് 9-ാമിടത്ത് നിൽക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ലതാണ്. അഭീഷ്ടങ്ങൾ സാധിക്കുക. കാർഷിക രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെ അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ തന്നെ സൈനിക വിഭാഗത്തിലും അർദ്ധ സൈനിക വിഭാഗത്തിലും, അതായത് പോലീസുകാർ, സെക്യൂരിറ്റി വിഭാഗത്തിലുള്ളവർ, മിലിറ്ററിക്കാർ, മറ്റ്
ഔദ്യോഗിക പദവികളിൽ ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് അധികാരം എടുത്ത് പ്രയോഗിക്കുന്നവർക്കൊക്കെ, ഭരണകർത്താക്കൾക്കൊക്കെ നല്ല ഒരു ആഴ്ചയാണ്. പല കാര്യങ്ങൾക്കും വിജയങ്ങൾ വന്നു ഏർപ്പെടുന്ന രംഗത്ത് കുടുംബത്ത് സമാധാനമുള്ള കാലം. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം, അത് വളരെ ശ്രദ്ധിക്കുക. എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപാടുകൾ ചെയ്യുന്നവർ വളരെ ജാഗ്രത വേണം. തൊഴിൽ പുരോഗതിയും വന്നിച്ച് പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് നല്ല ഒരു ജോലി കിട്ടുന്നതിനും പരീക്ഷകൾ പാസ്സാകുന്നതിനും ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് കന്നിരാശിക്കാർ. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ചില ഭാഗ്യാവസ്ഥകൾ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും IT മേഖലകളിൽ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും സർക്കാർ ജീവനക്കാരായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അധ്യാപകർ, മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഒരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരും. പ്രായമായവർക്കും പൊതുവെ നല്ല ഒരു അനുകൂലമായ ആഴ്ചയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ചില ക്ലേശങ്ങളും പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും സൂചകമായിരിക്കുന്ന ഒരു കാലമാണ്. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഭക്ഷണകാര്യങ്ങൾ. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. എന്നിരുന്നാലും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ അത് ദുർബുദ്ധിയായി പോകാതെ നോക്കണം. തൊഴിൽ കാര്യത്തിലായാലും കുടുംബത്തെ കാര്യത്തിലായാലും. വിക്രമസ്ഥാനത്ത് ആദിത്യൻ സ്ഥിതി ചെയ്യുമ്പോൾ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ അത് തെറ്റിപ്പോവുകയോ ദുർബുദ്ധിയാകുകയോ നഷ്ടങ്ങൾ വരികയോ ചെയ്യാൻ സൂചനയുള്ളതിനാൽ വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷമേ സാമ്പത്തിക കാര്യങ്ങളിലും പ്രധാന രേഖകളിലും ഒക്കെ ഒപ്പുവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ അഭിവൃദ്ധിയും വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഒരു ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെ ശ്രദ്ധയും ജാഗ്രതയും ഓരോ കാര്യങ്ങൾക്കും വേണ്ടതാണ്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്തും അതുപോലെ തന്നെ മേൽ അധികാരികളും കീഴ് ജീവനക്കാരും പ്രത്യേകിച്ച് സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് ഒത്തുപോകുവാൻ വളരെ ജാഗ്രത പാലിക്കുക. മറ്റുള്ളവരുടെ കുഴപ്പം അവർ കുഴപ്പം കാണിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. മറ്റുള്ളവരെ നമ്മുടെ കൂടെ നിർത്തേണ്ടത് ഈ നക്ഷത്രക്കാർ അതീവ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ്. അഭിവൃദ്ധികൾ വന്നു ചേരും. ധനാഗമന യോഗവുമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എങ്കിലും ഒരു ധൈര്യക്കുറവൊക്കെ സൂചകമാണ്. സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും മറ്റ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് അഭിവൃദ്ധിയുടെ സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. സർവ്വവിധത്തിലും ഉള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ പുരോഗതി ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാര്യം. കുടുംബത്തും സമാധാനമുള്ള സന്ദർഭം. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ സഹായത്തിന് വന്നു ചേരും. മേലധികാരികളിൽ നിന്ന് അംഗീകാരം കിട്ടുവാൻ ഗവൺമെൻറ് ജോലിക്കാരായാലും മറ്റ് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല അഭിവൃദ്ധികൾ വന്നു ചേരും. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഈ ആഴ്ച അഭിവൃദ്ധികൾ വന്നു ചേരും.
വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അധിക ക്ലേശങ്ങൾ ഏറിയിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. എന്നിരുന്നാലും കുടുംബത്ത് സമാധാനപരമായിരിക്കും, സന്തോഷകരമായിരിക്കും, ഐശ്വര്യപൂർണമായിരിക്കും. അധിക സംസാരം പാടില്ല. സംസാരത്തിൻ്റെ പിഴവുകൾ മൂലം സ്വസ്ഥത നഷ്ടപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ സമയം. കലാപരമായിട്ട് നിൽക്കുന്നവർക്കും പൊതുവെ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും മെക്കാനിക്കൽ വിഭാഗത്തിലായാലും ഡ്രൈവിംഗ് ജോലികളൊക്കെ ആയാലും ഒക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുടെ ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ദൈവാധീനം ഒരു അല്പം കുറവാണ്. പ്രസിദ്ധിയും പ്രശസ്തിയും തേജസ് വർദ്ധിക്കുക, സൗന്ദര്യം വർദ്ധിക്കുക, ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുക, അങ്ങനെ ഒക്കെ പല രീതിയിൽ നല്ല ഒരു ആഴ്ച. എങ്കിലും ചില കാര്യങ്ങൾക്ക് അലസതയും മന്ദതയും വന്നുപെടാം. ഉത്തരവാദിത്വത്തിൽ നിന്ന് കഴിവതും ഒഴിഞ്ഞു മാറാതിരിക്കുക. ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ തിളങ്ങുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരും, പ്രൈവറ്റായിട്ട് ജോലികൾ ചെയ്യുന്നവരും, സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവരും, വിദേശത്തായിരിക്കുന്നവർക്കുമൊക്കെ വളരെ ഐശ്വര്യപൂർണമായ ഒരു തൊഴിൽ ആഴ്ചയാണ്. അത് സാമ്പത്തിക നേട്ടം കൊണ്ടുത്തരികയും സ്ഥാനമാനങ്ങൾ, ഉയർച്ചകളും അഭിവൃദ്ധികളും വന്നു ചേരുകയും ഒരു ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനൊക്കെ നല്ല യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര നല്ല സമയമല്ല. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗമുണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്ത് വളരെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമുള്ള ആഴ്ച. പൊതുവെ ഈശ്വര കാര്യങ്ങൾക്കായിട്ട് വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ ഓരോ നക്ഷത്രക്കാർക്കും ദൈവാധീനം വർദ്ധിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ ഉള്ളവർക്ക് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ അഭിവൃദ്ധികൾ വന്നു ചേരും. തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ഗണപതി ഭഗവാനെ ഭജിക്കുക, ഗണപതി ഹോമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ അഭിവൃദ്ധികൾ വന്നു ചേരും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.